അറവുകാരന് ദൈവം സമ്മാനിച്ചത് പൂമാലയായിരുന്നില്ല, പകരം മൂർച്ചയുള്ള ഒരു ആയുധമായിരുന്നു. ഉദരപൂരണത്തിനായി മനസ്സില്ലാ മനസ്സോടെ അയാൾക്ക് കഠിന വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ചുറ്റുമുള്ളവർക്ക് അയാളെ ഭയമായിരുന്നെങ്കിലും ആരും കാണാത്ത ഒരു ആർദ്രത ആ കഠിന ഹൃദയത്തിനുള്ളിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി കടയുടെ പിന്നിലേക്ക് തെരുവുനായ്ക്കൾ ഓടിച്ച ഒരു പൂച്ചക്കുട്ടി ജീവനും കൊണ്ട് ഓടിക്കയറി. ഭയന്നു വിറച്ച് അയാളുടെ ബൂട്ടിനടിയിൽ അത് അഭയം തേടി. കത്തി താഴെയിട്ട് അയാൾ അതിനെ കയ്യിലെടുത്തു. നായ്ക്കളെ ആട്ടി ഓടിച്ചു. പേടിച്ചു വിറച്ച ആ ജീവന് അയാൾ ആശ്വാസം നൽകി സുരക്ഷിതമായി മടക്കി അയച്ചു. കാലം കടന്നുപോയി. അയാൾ മരണമടഞ്ഞു. യമധർമ്മന്റെ കോടതിയിൽ വിചാരണ നടക്കുകയാണ്. അയാൾ കൊന്നൊടുക്കിയ ആയിരക്കണക്കിന് മൃഗങ്ങൾ യമരാജന്റെ മുന്നിൽ നിരന്നു നിന്നു. അവ ഒരേ സ്വരത്തിൽ അലറി, ഞങ്ങളുടെ ജീവനെടുത്ത ക്രൂരനാണ് ഇവൻ, ഇവന് നരകം നൽകണം. യമരാജൻ ശിക്ഷ വിധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു പൂച്ചക്കുട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞു, പ്രഭോ, ലോകം മുഴുവൻ എന്നെ വേട്ടയാടിയപ്പോൾ ഈ മനുഷ്യനാണ് എന്നെ മാറോട് ചേർത്തത്. അന്ന് അദ്ദേഹം കാണിച്ച കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകണം. യമരാജൻ പുഞ്ചിരിച്ചു. 1000 കൊലപാതകങ്ങളുടെ പാപത്തെ ആ ഒരൊറ്റ സൽപ്രവൃത്തിയുടെ തൂവൽ സ്പർശം കൊണ്ട് അയാൾ അതിജീവിച്ചു. ജീവിതത്തിന്റെ ഒഴുക്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നിരവധിയാണ്. വിശപ്പ് മാറ്റാൻ ചെയ്യുന്ന തൊഴിൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് വേദനയാകാം. തെറ്റുകൾ പലപ്പോഴും സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ നന്മ എന്നത് ഒരു തീരുമാനമാണ്. പിഴവുകൾ സംഭവിക്കാൻ വലിയ അധ്വാനം ആവശ്യമില്ല. മലമുകളിൽ നിന്ന് ഉരുളുന്ന കല്ലുപോലെ അത് സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. എന്നാൽ നന്മ ചെയ്യണമെങ്കിൽ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. വിധി നമ്മെ കൊലയാളിയാക്കിയാലും മനസാക്ഷി കൊണ്ട് ന്യായാധിപനായാൽ ദൈവം പോലും പൊറുക്കും. നമ്മൾ ചെയ്യുന്ന തൊഴിലോ ജീവിക്കുന്ന സാഹചര്യമോ അല്ല നമ്മുടെ വിധി നിർണയിക്കുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ സഹജീവികളോട് പെരുമാറുന്നു എന്നതാണ് പ്രധാനം. ഓങ്ങിയ വെട്ടുകത്തിയുടെ മൂർച്ചയിലല്ല കാര്യം, അത് പിടിച്ചിരിക്കുന്ന കൈകളിലെ കരുണയുടെ ആർദ്രതയിലാണ്. നിത്യജീവിതത്തിലെ പോരാട്ടങ്ങൾക്കിടയിൽ കൈകളിൽ ചെളി പുരണ്ടേക്കാം, പാപങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ ബോധപൂർവം ചെയ്യുന്ന ഒരൊറ്റ നന്മ മതി അറിയാതെ ചെയ്ത 1000 തെറ്റുകളെ കഴുകിക്കളയുവാൻ. വരും ജന്മത്തിൽ നന്മ ചെയ്യാമെന്ന് കരുതി കാത്തിരിക്കുന്നവന്റെ ഇന്നത്തെ ദിവസം തന്നെ പാഴായി പോകുന്നു. ഒരായുസ് മുഴുവൻ ജീവിച്ചിട്ടും ചെയ്ത സത്കർമ്മങ്ങളുടെ ഗുണഭോക്താവായി ഒരാൾ പോലും ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്